ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്, എൻ്റെ പേര് പ്രതിഭ കൃഷ്ണമൂർത്തി. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഇന്നർ വർക്കിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ടോപ്പിക്ക് കുറേ നാളായിട്ട് സംസാരിക്കണമെന്ന് വിചാരിക്കുകയാണ്. എന്താ വെച്ചാൽ എന്നെ ഒരുപാട് കൺഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ടേം ആയിരുന്നു ഇന്നർ വർക്ക്. എന്താണ് ഇന്നർ വർക്ക് എന്നുള്ളതും എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കാൻ തന്നെ എനിക്ക് കുറേ നാളെടുത്തു. ഇപ്പോൾ ഇന്നർ വർക്ക് എന്നുള്ള ഒരു ടേം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ദാറ്റ് ഇറ്റ് ഈസ് സം കൈൻഡ് ഓഫ് വർക്ക് വി ഹാവ് ടു ഡു ഇൻ ദ ട്വിൻ ഫ്ലെയിം ജേർണി. എന്തോ ഒരു തരം ജോലി അല്ലെ, വർക്ക്, ഇന്നർ വർക്ക്, എന്തോ ഒരു ജോലി ചെയ്യണം. അപ്പോഴേക്കും നമ്മുടെ മൈൻഡ് അതിനെ എന്തോ ചെയ്തിട്ടാണ് നമ്മൾ എന്താ പറയുന്നത്, നമ്മളിലോട്ട്, നമ്മുടെ അലൈൻമെന്റിലോട്ട് വരിക, ഇന്നർ യൂണിയനിലോട്ട് വരേണ്ടത് എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലോട്ട് നമ്മുടെ മൈൻഡ് അതിനെ കൊണ്ടുപോകും. ബിക്കോസ് നമ്മൾ എപ്പോഴും കണ്ടീഷൻഡ് ആയിട്ടുള്ളത് അങ്ങനെയാണ്. സ്കൂൾ തൊട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്, എന്തോ ഇന്നർ വർക്ക് എന്ന് പറയുമ്പോൾ എന്തോ ഒരു കാര്യം, എന്തോ ഒരു ഹോം വർക്ക് പോലെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്ത്. എന്തോ ഒരു ഹോംവർക്ക് ചെയ്യാനുണ്ട്. ബിക്കോസ് നമുക്ക് എപ്പോഴും ഈ നമ്മളെന്താ ഒരു അസൈൻമെന്റ് ചെയ്യുന്നത് പോലെ, ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത് പോലെ ഡുവർ ആയിട്ടിരിക്കുക. ഈ ജോലി കംപ്ലീറ്റ് ചെയ്തു, ഒരു ടു ഡു ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ്. അപ്പൊ ഞാൻ എന്താണ് ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ്, അപ്പൊ ഞാൻ എന്തൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, എന്താണ് ആ വർക്ക് എന്നുള്ള ഒരു തോന്നലില് നമ്മൾ ഇന്നർ വർക്കിനെ കാണാൻ ശ്രമിക്കും. അപ്പോൾ കുറെ ഈ ഇന്നർ വർക്കിനെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ഉറപ്പായിട്ടും ഒരുപാട് ട്വിൻ ഫ്ലെയിംസുകളായിട്ട് സംസാരിച്ചു. എന്താണ് ഇന്നർ വർക്ക്? ഓരോ ആളുകളുടെയും എക്സ്പീരിയൻസസ് ഡിഫറെൻ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ജേർണി വളരെ യുണീക്കാണ്. ആരുടെയും ജേർണി ഒരുപോലെയല്ല, ഒരേ സ്റ്റോറീസ് അല്ല. പക്ഷെ കുറേ കാര്യങ്ങൾ അതിൽ ഒരുപോലെ ഉണ്ട്. ദ എക്സ്പീരിയൻസസ്, ദ സ്പിരിച്വൽ അവേക്കനിങ് വിച്ച് ഈസ് there in all the stories, kundalini activation which is there in most of the stories. അതുപോലെ തന്നെ സൈക്കിക് ആക്ടിവേഷൻസ്, ഇൻറ്റ്യൂഷൻ സ്ട്രോങ് ആവുന്നത്, ഒബ്സസീവ് തിങ്കിങ്, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. ഔട്ട് ഓഫ് ദ ബോഡി എക്സ്പീരിയൻസസ്. പക്ഷെ സ്റ്റോറീസ് ആർ ഡിഫറെൻറ്റ്. പിന്നെ ഓരോ ജേർണിയിലും ഓരോ ആൾക്കാർ ഇന്നർ യൂണിയനിലോട്ട് എത്തുന്നതും അവരുടെ എക്സ്പീരിയൻസസും ഡിഫറെൻ്റ് ആണ്. അപ്പം ഞാൻ ആ സമയത്ത് സംസാരിച്ച ട്വിൻ ഫ്ലെയിംസുകൾ എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതായത് മെഡിറ്റേഷൻസ് ചെയ്യുക, ജേർണലിങ് ചെയ്യുക, DMDF ബാലൻസിങ് മെഡിറ്റേഷൻസ് ചെയ്യുക, മന്ത്ര ചാൻറ്റിങ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പല ആൾക്കാർ. ഒരു സോഴ്സിൽ നിന്നല്ല, പല സോഴ്സിൽ നിന്ന്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഞാനിത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനെ ഒരു ടു ഡു ലിസ്റ്റ് ആക്കി ഞാൻ ചെയ്തത്, ഇനിഷ്യലി എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്തത് അതിനെ ഉടനെ ഒരു ടു ഡു ലിസ്റ്റ് ആക്കി എടുത്ത് ആദ്യം തന്നെ ഇന്ന് രാവിലെ ഇത്ര നേരം മെഡിറ്റേഷൻ, അത് കഴിഞ്ഞ് ജേർണലിംഗ്, അത് കഴിഞ്ഞ് DMDF ബാലൻസിങ് മെഡിറ്റേഷൻ, ഇതെന്തിനാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ള ഒരു വിശകലനം ഉള്ളിൽ ചെയ്യാതെ നമ്മൾ ഇതൊരു പ്രോജക്റ്റ് ആയിട്ട് എടുത്ത് മുമ്പോട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് അങ്ങ് തീർത്തു ഇവിടെയാണ് നമ്മളൊന്ന് ടു ബി അവെയർ ഓഫ് വാട്ട് വി ആർ ഡൂയിങ്. എന്തിനാണ്, വൈ വി ആർ ഡൂയിങ് ഇറ്റ്, എന്തിനാണ് നമ്മളത് ചെയ്യുന്നത്. ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ സ്പിരിച്വൽ അവേക്കനിങ് ജേർണി. ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ചാനലിൽ, ഇറ്റ്സ് എ സ്പിരിച്വൽ അവേക്കനിങ് ജേർണി. അപ്പോൾ വൺസ് ദ സോൾ റെക്കഗ്നിഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ അത് സ്പിരിച്വൽ അവേക്കനിങ്ങിലോട്ടാണ് അത് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്താണ് സ്പിരിച്വൽ അവേക്കനിങ്? നമ്മുടെ സോളുമായിട്ട് കണക്ട് ചെയ്യാൻ, നമ്മുടെ സോൾ വേയിൽ നമ്മൾ ജീവിക്കാൻ, അതുവരെ മൈൻഡ് വേയിൽ മൈൻഡ് ഓറിയന്റഡ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന നമ്മൾ മൈൻഡ് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണെന്ന് മനസ്സിലാക്കുകയും അതൊരു സെപ്പറേറ്റ് സെൽഫ് ആണെന്ന് മനസ്സിലാക്കുകയും ഐ ആം നോട്ട് ദ മൈൻഡ്, ഐ ആം നോട്ട് ദ ബോഡി, ഐ ആം ദ വൺ ഹൂ ഈസ് എക്സ്പീരിയൻസിങ് ഇറ്റ് എന്നുള്ള ഒരു തിരിച്ചറിവിലോട്ട് വരികയും ആ തിരിച്ചറിയുന്ന സെൽഫ്, ദാറ്റ് ഈസ് ദ ഐ ആം ദാറ്റിലെ ആ കോൺഷ്യസ്നെസ്സിലോട്ട് വരികയും ചെയ്യുന്ന അതിലോട്ട് എത്തുന്ന ഒരു സ്റ്റേറ്റ് ആണ് അതാണ് നമ്മൾ ആ സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത്. അതുവരെ നമ്മൾ ജീവിച്ചിരുന്നത് ഒരു മൈൻഡ് ഓറിയന്റഡ് വേയിലാണെങ്കിൽ നൗ വി ആർ റിയലൈസിങ് ദാറ്റ് വി ആർ നോട്ട് ദ മൈൻഡ്, നൗ വി ആർ റിയലൈസിങ് ദാറ്റ് വി ആർ നോട്ട് ദ തോട്ട്സ്, വി ആർ നോട്ട് ദ ഇമോഷൻസ്.
വി ആർ ദ വൺ ഹു ആർ എക്സ്പീരിയൻസിങ് ഇറ്റ്, അല്ലെ? അപ്പൊ അതിലോട്ട് എത്തുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ അതിലോട്ട് എത്താൻ നമ്മളെ സഹായിക്കുന്ന മൊഡാലിറ്റീസ് മാത്രമാണ് ഈ പറഞ്ഞ മെഡിറ്റേഷൻ ആവട്ടെ, ജേർണലിംഗ് ആവട്ടെ, മന്ത്ര ചാണ്ടിങ് ആവട്ടെ, DMDF ബാലൻസിങ് ആവട്ടെ, എന്ത് മൊഡാലിറ്റി ആണെങ്കിലും അത് ഒരു ടൂൾ മാത്രമാണ്. ആ ടൂൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? എന്നിലോട്ട് കണക്ട് ചെയ്യാൻ. അത് മനസ്സിലാക്കിയിട്ട് ആ ടൂളിൽ നിങ്ങൾക്ക് ഏതാണോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നത് ആ ടൂള് ചൂസ്. എല്ലാം ചെയ്യേണ്ട കാര്യമില്ല, ഒരെണ്ണം മതിയായിരിക്കും. അതിലേതെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മാത്രമേ അത് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഏതാ കണക്ട് ചെയ്യുന്നത്? എനിക്ക് മെഡിറ്റേഷൻ മാത്രമാണ് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് ജേർണലിംഗ് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്, എൻ്റെ സോളിലോട്ട് അലൈൻഡ് ആവാൻ, എൻ്റെ സോളിലോട്ട് കണക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്തത് ഇതൊന്നും അല്ല. ഞാൻ കൂടുതലും മെഡിറ്റേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ കൂടുതലും ഞാൻ ചെയ്തത് ഐ സ്റ്റാർട്ടഡ് ഒബ്സർവിങ് മൈ തോട്ട്സ്, ഐ സ്റ്റാർട്ടഡ് ഒബ്സർവിങ് മൈ ഇമോഷൻസ്. അതൊരു കണ്ടിന്യൂസ് മെഡിറ്റേഷൻ പോലെയാണ്. ഹോൾ ഡേ ഞാൻ അവെയർ ആണ്, എൻ്റെ തോട്ട്സ് എന്തൊക്കെയാണ്, എൻ്റെ ഇമോഷൻസ് എന്തൊക്കെയാണ്. അപ്പം അതും ഒരു കൈൻഡ് ഓഫ് ഇന്നർ വർക്കാണ്. അപ്പം നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത് ഏതാണെന്ന് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവാൻ പറ്റുള്ളൂ. നമുക്ക് ഒരുപാട് ആൾക്കാർ അവരവർക്ക് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യും. അതിന്റെ അർത്ഥം ഇത് എല്ലാം ചെയ്തത് ഒരു ടു ഡു ലിസ്റ്റ് ആക്കി എടുത്ത് നാളെ തൊട്ട് ഒരു ചാർട്ട് ഉണ്ടാക്കി ചെയ്യുക, അതൊരു പ്രോജക്റ്റ് ആക്കി ചെയ്യുക. നമ്മളൊരു പ്രോജക്റ്റ് ആണെന്ന് വിചാരിച്ച് മുമ്പോട്ട് പോവാതെ എനിക്കിതിൽ ഏതാ വർക്ക് ആവുന്നത്, മെഡിറ്റേഷൻ വർക്ക് ആവണമെങ്കിൽ മെഡിറ്റേഷൻ, അത് എന്തിനാ ഞാൻ ചെയ്യുന്നത്? എൻ്റെ സോളുമായിട്ട് കണക്ട് ചെയ്യാൻ, അലൈൻഡ് ആവാൻ. അപ്പൊ അതില് ഏതാണോ നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന മൊഡാലിറ്റി അത് ചൂസ് ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്ത്, ഒരെണ്ണം മതി, എല്ലാം ചെയ്യേണ്ട കാര്യമില്ല, ഒന്നോ രണ്ടോ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ ഇന്ന് എനിക്ക് വർക്ക് ചെയ്തത് ജേർണലിംഗ് ആയിരിക്കും, നാളെ മേ ബി നാളെ എനിക്ക് അല്ലെങ്കിൽ കുറച്ച് നാൾ ജേർണലിംഗ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ടായിരിക്കും ഐ ഷുഡ് ഡു മെഡിറ്റേഷൻസ് മോർ. അപ്പോൾ അത് നിങ്ങൾക്ക് മാത്രമേ അതിൻ്റെ ആൻസേഴ്സ് കിട്ടുള്ളൂ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കിട്ടും, നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ നിന്ന് കിട്ടും. അത് ഫോളോ ചെയ്യുക, അതിൽ ആ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരു പോയിന്റിലെത്തുമ്പോൾ വി വിൽ എക്സ്പീരിയൻസ് ദ ഇന്നർ യൂണിയൻ. ആ ഒരു സ്റ്റേറ്റിലോട്ട് നമ്മൾ പതുക്കെ പതുക്കെ ആ ഒരു യൂണിയൻ സ്റ്റേറ്റിലോട്ട്, ഇന്നർ യൂണിയൻ സ്റ്റേറ്റിലോട്ട്, ആ ഒരു യൂണിറ്റി കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലോട്ടൊക്കെ നമ്മൾ പതുക്കെ വരും. അപ്പൊ ആദ്യം ഈ ഇന്നർ വർക്ക് ആദ്യം കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡ് നമ്മളെ കൊണ്ടുപോയി ഇടുന്നു, അത് ചെയ്യണം ഇത് ചെയ്യണം ഇത് ചെയ്യണം, അതിലോട്ട് പോവാതിരിക്കുക. റിലാക്സ്, സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. എന്നിട്ട് എന്തിനാണിത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി, ഏത് മൊഡാലിറ്റിയാണ് വേണം എന്ന് മനസ്സിലാക്കി ചൂസ് ചെയ്ത് ചെയ്യുക. എന്തിനാ ചെയ്യുന്നത്? നിങ്ങളിലോട്ട് കണക്ട് ചെയ്യാൻ, നോട്ട് ഫോർ ദ ട്വിൻ ഫ്ലെയിം, നോട്ട് ഫോർ എനി അതർ പേഴ്സൺ. നിങ്ങളുടെ അവേക്കനിങ്ങിന് വേണ്ടിയിട്ട്, സ്പിരിച്വൽ അവേക്കനിങ് വേണ്ടിയിട്ട്, കോൺഷ്യസ്നെസ്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളിലോട്ട് തിരിച്ചെത്താൻ വേണ്ടിയിട്ട്. And trust me, it's a beautiful journey. It's a damn beautiful journey. Once you experience inner union, your life changes forever. If you are truly in a twin flame journey, your life is not going to be like how it was before. It is going to change forever. നല്ലതിന് വേണ്ടിയിട്ട്. And sending you lots and lots and lots of love.